ഹലോ, നമുക്ക് നല്ല അടിപൊളി പുയ്യാപ്പിള കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇന്നലെ പുയ്യാപ്പിള എന്ന് പറഞ്ഞാൽ ഞാൻ മുറിച്ചു കേട്ടോ. മുറിച്ചെല്ലാം ക്ലീൻ ആക്കിയ പിന്നെ അത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ അരവെല്ലാം അരച്ച് തേങ്ങയും എല്ലാം അരവ് അടുപ്പത്താക്കിയിട്ട് അരവ് നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ മീൻ ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മീൻ വേഗം ഉടഞ്ഞു പോകും, വേഗം വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അരവെല്ലാം നല്ലോണം തക്കാളിയും പിന്നെ പച്ചപ്പറങ്കിയും എല്ലാം നല്ലോണം തിളച്ചു. അങ്ങനെ തന്നെ പിന്നെ അത് മീൻ ഇട്ട് കൊടുത്തത് അത് നല്ലോണം അന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ചീര ഉപ്പേരിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ ചീരയാണ് കേട്ടോ. അങ്ങനെ അതിനും തേങ്ങയെല്ലാം ഇട്ട് നല്ല അടിപൊളിയായി പിന്നെ ചീരയുപ്പേരി റെഡിയായി. അപ്പോൾ നമ്മൾ ഈ മീനുണ്ടല്ലോ, മീൻ വേഗം വെന്ത് കിട്ടും. അപ്പോൾ അരവ് തേങ്ങ എല്ലാം അരച്ച് അരവെല്ലാം വെച്ച് അത് നല്ലോണം അതിൽ കുടംപുളി കൂട്ടിന് കേട്ടോ. എല്ലാം തിളച്ച് വന്ന് നന്നായി തിളച്ച് വന്നിട്ടാകുമ്പോൾ മീൻ ഇടാൻ പാടുള്ളൂ. മീൻ ഇട്ടിട്ടാകുമ്പം കുറച്ച് സമയം തിളച്ചിട്ടാകുമ്പോൾ വാങ്ങുമ്പോൾ വേഗം വെന്ത് കിട്ടുന്നതാണ്. അത്രയും ഈ മീൻ വേവില്ലു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മളെ മീൻ കറിയും ചീര ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറിന് പോയിന്. അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയാണ്. അങ്ങനെ ഇതാ നമ്മൾ ചോറിനിട്ട് അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ് ഈ മീൻ. വറുത്താലും അതെ, കറി വെച്ചാലും അതെ. പിന്നെ അധികം ഉള്ളിയൊന്നും ഇടാണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.